വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയവിശുദ്ധി കൈവരിക്കുവാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ ആജ്ഞയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിയെ സഭ പ്രതിഷ്ഠിക്കുവാൻ വഴി പരിശുദ്ധമ്മേ, കൃപാസനം
പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയമുള്ളവർ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. സ്തുതികടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ മഹത്വം 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 കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിലെ അതീവ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ ആരാധനയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കേണ്ടത്. പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത ദൈവവചനം പോലെ തന്നെ നമുക്ക് പരിശുദ്ധ കുർബാനയെ സ്പർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയെ എങ്ങനെയെല്ലാം സ്പർശിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ കുർബാനയെ ആദ്യം സ്പർശിച്ച ആൾക്കാരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും കർത്താവിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യോഹന്നാൻ കർത്താവിൻ്റെ വക്ഷസ്സിൽ കിടന്നുവെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇത് കുർബാന സ്ഥാപിക്കുന്ന സമയത്താണ്. കർത്താവിൻ്റെ നെഞ്ചിൽ തീ കാളുന്നൊരു സമയമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ആ ഒടുക്കത്തെ താഴത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ ഒരു ശിഷ്യനായിട്ട് ഞാനും ആ പത്തോസിൻ്റെയൊക്കെ അരികിൽ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലേ ഞാൻ കർത്താവിൻ്റെ നെഞ്ചത്ത് പോയി ചാരുമോ? ഒരിക്കലും ചാരത്തില്ല. കാരണം കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഒരു സന്ധ്യാരാഗം പോലെയാണ്. വിട പറയാൻ പോകുന്ന എല്ലാ വേദനയും അഗ്നിയും അടുത്ത ഒരു മണിക്കൂറിന് ശേഷം ചോര വിയർക്കാൻ പോകുന്നൊരു ശരീരമാണ്. അത് അറിയാൻ പാടില്ലാതെയാണ് യോഹന്നാൻ കർത്താവിന് നെഞ്ചിൽ ആ സമയത്ത് ചാരിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങേരെ എന്നാ ഒരു ശിഷ്യൻ? ഗുരുവിൻ്റെ ഹൃദയവികാരത്തിൻ്റെ ഒരു അംശങ്ങൾ അറിയാൻ പാടില്ലാത്തവർക്ക് എങ്ങനെ ശിഷ്യനായി നിലനിൽക്കാൻ പറ്റും? ദരിമീൻസ് അങ്ങർക്ക് അറിയാമായിരുന്നത്. അങ്ങനെയുള്ളപ്പോഴും ദിവ്യകുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ആ ദിവ്യകാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നെഞ്ചിൽ ചാരിക്കിടക്കുക എന്ന് വെച്ചാൽ അത് അയാളുടെ ഒരു വല്ലാത്തൊരു മോഹമാണ്. ദൈവാനുഭവമൊക്കെ എപ്പോഴും വരണത് തീവ്രമായ ദാഹത്തിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ ദിവ്യകുർബാനയുടെ മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രതിമയെപ്പോലെ അവിടെ ഇരിക്കാം, മുട്ടേ നിൽക്കാം. അല്ലെങ്കിൽ
വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ എന്നാൽ ഒരു ആരാധന കൂടിയേക്കാം. അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ ഉടമ്പടി ചെയ്തതല്ലേ, അപ്പോൾ ആരാധന കൂടണമെന്നല്ല നിയമം, കൂടാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊക്കെ നൈയാമികമായുള്ള എന്തെങ്കിലുമൊക്കെ റീസൺസിൻ്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ കഴിയും. പക്ഷെ ഇതൊന്നും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാക്കത്തില്ല. അനുഭവത്തിൻ്റെ ആദ്യ പാഠമെന്ന് പറയണത് തീവ്രമായ ആഗ്രഹം തന്നെയാണ്. അനുഭവം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആഗ്രഹം ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് അനുഭവം ഉണ്ടാകണം, ആരാധനയിൽ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആഗ്രഹത്തിന് മുമ്പ് നമുക്ക് വല്ലാത്ത ഒരു സ്നേഹം, ഇഷ്ടം തോന്നണം കർത്താവിനോട്. ദിവ്യകുർബാനയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ആധ്യാത്മിക പരാജയം പല ആൾക്കാരും ഏറ്റുമേടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ഇഷ്ടമില്ലായ്മയാണ്. നമ്മൾക്ക് അഭികാമ്യമായ ചില വിഷയങ്ങളുമാകുമ്പോൾ കർത്താവിനോട് നമുക്ക് ഇഷ്ടമാണ്. അഭികാമ്യമല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് കർത്താവിനോട് ഇഷ്ടമല്ല. അവിടെയാണ് ഈ വിഷയം. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആധ്യാത്മിക ദാരിദ്ര്യത്തിൻ്റെ മുഴുവനും കാരണങ്ങളിലൊന്ന് ഇത് സീസണൽ ലവ് ഓഫ് ഗോഡാണ്. ചില സീസണിൽ ദൈവത്തോട് ഭയങ്കര സ്നേഹം, ചില സീസണിൽ നമ്മൾക്ക് ജഡികമായിട്ടുള്ള ആസ്വാദനങ്ങളോ സന്തോഷങ്ങളോ സംതൃപ്തിയൊക്കെ അനുഭവിക്കുന്ന ഒരു നിമിഷങ്ങളിൽ അത് കർത്താവിന് ഇല്ലാതെ ആവുമെന്നാണ് കുറച്ചുകൂടി സൗകര്യം തോന്നുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ വളരെ സന്തോഷമായിട്ട് തേച്ച് കളയും, ആവശ്യമില്ലാത്ത രീതിയിൽ മാറ്റിക്കളയും. അവിടെയാണ് ഈ പ്രോബ്ലം മുഴുവൻ വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ദൈവാനുഭവം ഉണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം തീയെ നമ്മൾ തൊടുകയാണെങ്കിൽ ആർക്കായാലും ദൈവാനുഭവം ഉണ്ടാവും. തീയിൽ തൊട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ അയാളുടെ കൈ മരവിപ്പ് കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇരിക്കും. എന്നാലും ചെറിയ പിള്ളേരുണ്ടാകേണ്ടതാണ്. എന്ന് വെച്ചാൽ ദൈവതിരുസന്നിധി വ്യാപരിക്കുമ്പോൾ ആർക്കായാലും ദൈവത്തിനോടുള്ള അദമ്യമായ ആഗ്രഹത്തോടാണ്, സ്നേഹത്തോടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുഭവം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവേ, അങ്ങേ ആഗ്രഹിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആഗ്രഹമാണ് ശരിക്കും അനുഭവത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ അച്ഛൻ്റെ ഈ പ്രാർത്ഥന ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ആ കൊച്ചു സുഹൃത്ത് ജപം എന്താണ്? കർത്താവേ, അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ ആഗ്രഹിക്കുവാൻ എനിക്ക് അഭിഷേകം തരണമേ. കാര്യം ഇത് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ നിനക്കങ്ങനെ കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, വല്ലാത്തൊരു സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അനുഭവം ഉണ്ടാകും. ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അപ്പോസ്തലൻ പറയണത് ശരിക്കും സെൻറ്റ് ജോൺ തന്നെയാണ്. സെൻറ്റ് ജോൺ പിന്നീട് ദിവ്യകാരുണ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സെൻറ്റ് ജോൺ എപ്പോഴും പറയണത് കർത്താവിൻ്റെ ശരീരം, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ശരീരം, എല്ലാം സെൻറ്റ് പോളിന് ദിവ്യകാരുണ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു ഊരാക്കുടുക്കിൽ ഞാൻ ചെന്ന് അറിയാണ്ട് ചാടിപ്പോയ. അതായത് ഞാനൊരു ഇടവകയിരിക്കുമ്പോൾ അവിടെ കുറേ ചേടത്തിമാർ അടുത്തൊരു ഇടവകയിൽ നിന്ന് എൻ്റെ ഇടവക വരും.
വന്നിട്ട് അവർ എന്നോട് പറഞ്ഞ ഇതാണ് അച്ഛാ, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. എന്താണ് ജീവിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീടിൻ്റെ ഒരു 10-50 വീടുണ്ട്, അതിന് നടുക്ക് ഒരു ഷാപ്പാണ്. അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് ഈ കുടിയന്മാരെല്ലാം പണിയും കഴിഞ്ഞ് വന്നിട്ട് അകത്ത് കയറി കുടിക്കുന്നത്. അത് ഇവരുടെ വീടിൻ്റെ എല്ലാവരുടെയും വീടിൻ്റെ ബാക്കി കൂടിയാണ് പോണത്. ഏറ്റവും സങ്കടമാണ് ഈ കുഞ്ഞുങ്ങളില്ലേ, 2 വയസ്സ് 5 വയസ്സ് 10 വയസ്സുള്ളവരൊക്കെ, ഈ അപ്പന്മാരൊക്കെ പോണത് കാണുമ്പോഴേ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ 5 വയസ്സുകാരൻ്റെ 2 വയസ്സുകാരൻ്റെയൊക്കെ മനസ്സിൽ ഇത് ഏതാണ്ട് പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം അപ്പൻ്റെ പ്രായമുള്ളവരും ബന്ധുക്കളൊക്കെയാണ് പോണത് സന്ധ്യക്ക് ഷാപ്പിലേക്ക്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുക്കണ എന്താണ്, ഇത് നമ്മൾ വലുതാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഭയങ്കര ദുരന്തമാണ്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷാപ്പിന് തീ വെക്കും, കുടിയന്മാരെ തൂക്കിക്കൊല്ലും നമ്മൾ. കാര്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത്രയും ദുർമാതൃകയാണ് കൊടുക്കണതേ. കാര്യം മുതിർന്നവരുടെ വിഷയമല്ല ഇത്. ഒരു 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മാതൃകയാണ് അവർ കൊടുക്കണത്. അപ്പോൾ ഇത് കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ വീട്ടിലേക്ക് ആൾക്കാർ തന്നെ അവിടെ പോയി കുടിക്കും. അവർ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് ടൂത്തിരി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കള്ള് കൊടുക്കും. ഇങ്ങനെ മയക്കിയിട്ടിരിക്കുകയാണ്, നക്കാപ്പിച്ച ചക്കാത്ത് കൊടുത്ത് മയക്കിയിട്ടിരിക്കുകയാണ് ആ വീട്ടിലുള്ള ആ പ്രദേശം മുഴുവനുള്ള ആൾക്കാരെ. അപ്പോൾ ഈ അമ്മമാർക്ക് ഇടികൊള്ളാവുന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതെല്ലാം സത്യസന്ധമായ കാര്യമായതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു നിലപാടാണ്. ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കരിസ്മാറ്റിക് സഹോദരന് ഇതുപോലെ ഈ സമരത്തിന് വിളിച്ച്, എൻ്റെ തന്നെ പ്രവർത്തകനാണ്. അപ്പം ഞാൻ പറഞ്ഞാ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് അവിടെ പോയി അതടപ്പിക്കണം, അതിന് സമരം ചെയ്യണം. ഉടനെ എടുത്ത വായിക്കുക കരിസ്മാറ്റിക്കാരൻ എന്താ പറഞ്ഞെന്നറിയാമോ, അച്ഛാ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അരുവി പോകുമെന്ന്. അപ്പം തന്നെ അന്ന് മുതൽ ഞാൻ കരിസ്മാറ്റിക് അരുവി എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അരുവി വേണ്ട എന്ന് ചിന്തിച്ച ആളാണ്. കാര്യം ജനതകളെ വേദനിക്കുകയും തിരിവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അകത്തിരുന്ന് ദൈവവചനം വായിക്കാനോ ജപമാല ചെല്ലണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രതിരോധ തലങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥനയുടെ വേഷം എടുക്കും. അവിടെയാണ് പ്രശ്നം. ബൈബിളിനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ബൈബിളിൽ കക്ഷത്ത് വെച്ച് നടക്കണവരാ. കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നീതിക്ക് വേണ്ടി ദാഹിക്കുക. ഇപ്പം കർത്താവ് മലയിലെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ ഇന്നലെ ഇവിടെ സംസാരിക്കുകയായിരുന്നു. കായേൻ ആബേലിനെ കൊന്നു. കായേൻ ആബേലിനെ കൊന്നപ്പോൾ ഒരു സിംഗിൾ ക്വസ്റ്റ്യനാണ് ദൈവം ചോദിച്ചത്, വേർ ഈസ് യുവർ ബ്രദർ? എവിടെയാണ് നിൻ്റെ സഹോദരൻ എന്ന് ചോദിച്ചു. അവസാനവും ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ചോദിക്കണത്. ഒരു 4000 കൊല്ലം കഴിഞ്ഞ് വെളിപാടെല്ലാം അവസാനിക്കുമ്പോൾ നിത്യകവാടത്തിന് തിരുസന്നിധിയിൽ നമ്മൾ ഹാജരാക്കപ്പെടുമ്പോഴും കായനോട് ചോദിച്ച ആദ്യ ചോദ്യം തന്നെയല്ലേ ദൈവം ചോദിക്കണത്? കായൻ, വേർ ഈസ് യുവർ ബ്രദർ? അനന്തരം രാജാവ് തൻ്റെ ഇടതുവശത്തുള്ളവരോട് പറഞ്ഞു, എൻ്റെ പിതാവിനായി ശപിക്കപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത്. കായൻ ശപിക്കപ്പെട്ടവനല്ലേ? കായൻ ശപിക്കപ്പെട്ടവനല്ല കൊലപാതകത്തിന് ശേഷം. ആ വാക്കാണ് ദൈവം ഉപയോഗിക്കണത്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നില്ല. ആ സമയത്ത് ദൈവവചനം വായിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിടത്ത് കുത്തിയിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി 2 പ്രഭാഷണം നടത്തി. അതാ സംഭവം. അവിടെയാണ് പ്രോബ്ലം. മലയിലെ പ്രഭാഷണം നടത്തിയപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. അപ്പം നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, നീതിക്ക് വേണ്ടി പോരാടുന്നവരെ, അതെല്ലാം സമാധാനം സ്ഥാപിക്കുന്നതെല്ലാം
ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനമാകുമ്പോൾ സത്യസന്ധമായി ജീവിതത്തെയും വചനത്തെയും സത്യസന്ധമായി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പം നമ്മൾ കാണിച്ചു കൂട്ടുന്ന പല ആധ്യാത്മിക ആചാര അനുഷ്ഠാനങ്ങളൊന്നും ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതല്ല. അത് അവനവൻ്റെ ലോകരാജ്യത്തിന് വേണ്ടി അവർക്ക് എല്ലിട്ട് കൊള്ളാത്ത പരിപാടിയായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന അന്നാട് പുള്ളി പരിപാടികളാണ്. ഇതൊന്നും സുവിശേഷ വേലയല്ല. സുവിശേഷ വേലയെന്ന് പറയണത് സുവിശേഷ ഈ സമൂഹത്തിലെ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വരൂ ദൈവേ കാരുണ്യമേ, നീ വരൂ ദൈവേ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിന്റെ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. മക്കളെ, കർത്താവിൻ്റെ കാരുണ്യം സൗഖ്യമായി അനുഭവിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളത് ഇളകിയിരിക്കുക. ലോകാന്തരങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, കർത്താവ് ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴൊക്കെ എങ്ങനെയാണെന്നെല്ലാം ഇതിലൂടെ ഈശോ സംസാരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ മക്കളൊന്ന് ഇളകിയിരിക്കുക. രോഗികൾ ഹൃദയത്തിൽ സന്തോഷിക്കുക, പീഡിതരെ ഹൃദയത്തിൽ ആശ്വസിക്കുക. ഇപ്പോഴേ കർത്താവ് തൻ്റെ കൈനീട്ടി നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിൻ്റെ പഴയ കാര്യമോ പുതിയ കാര്യമോ നോക്കാതെ കർത്താവ് തൻ്റെ കാരുണ്യം നിന്നിലേക്ക് ചൊരിയുന്ന ഒരു സമയമാണ്. ഒന്നും വിചാരിക്കേണ്ട, നീ നിന്നെക്കുറിച്ച് വിചാരിക്കേണ്ട, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവൻ, എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തവൻ, എൻ്റെ മുമ്പും പുറവും നോക്കാത്തവൻ. വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പോലും പറഞ്ഞതെന്താണ്? മകളെ, മേലിൽ പാപം ചെയ്യരുത്. വേറെ ഒന്നും പറഞ്ഞില്ല. നിന്നെ കുറ്റപ്പെടുത്താത്ത ഈശോ, ദിവ്യകാരുണ്യത്തിലെ ഈശോ നിന്നെ കുറ്റപ്പെടുത്താത്തവനാണ്, നിൻ്റെ പഴയ കാര്യങ്ങൾ വിസ്മരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദൈവ പൈതലെ, ഈ നിമിഷം കൈ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയിലെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി, നിങ്ങളെല്ലാം കർത്താവ് കൈനീട്ടി തൊടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ഒരുമിച്ച് നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ഒരുമിച്ച് സ്നേഹത്തോടെ നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. നീ വരൂ, ശ്രുതികട, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ഈ
ആനന്ദനെ നമ്മൾ ഓരോ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കും നമ്മൾ ആലപിച്ചുകൊണ്ടേയിരിക്കും. കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ കൈ ഉയർത്താൻ പറ്റാത്ത മക്കളെ കണ്ണീരോടെ ഓർക്കുന്നു. കർത്താവേ, ഞാൻ കൈ ഉയർത്തുമ്പോൾ അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതെ മരവിച്ച അവസ്ഥയിൽ കഴിയുന്ന മക്കളെ കണ്ണീരോടെ ഓർക്കുന്നു. കർത്താവേ ഈശോ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ കർത്താവേ, നിൻ്റെ മുൾക്കിടന്നൊഴുകുന്ന ചോര, കരമുള്ളിൻ്റെ കിരീടം കർത്താവേ നിൻ്റെ ശിരസിൽ അമർന്നിറങ്ങിയപ്പോൾ കർത്താവ്, ഉച്ചയുടെ കടുത്ത വെയിലിൽ കർത്താവ് നിൻ്റെ ശരീരം ചോരയിൽ കുതിർന്ന് തിളച്ച് തൂങ്ങിയപ്പോൾ കർത്താവേ, അപ്പോഴും കർത്താവേ ആ നെഞ്ചിൽ കുത്തിയവന് വേണ്ടി ഒരു തുള്ളി ചോര അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാത്തുവെച്ചുകൊണ്ട് മരിച്ച കാരുണ്യമേ, ആ വിശുദ്ധ രക്തം കർത്താവേ, അനേകം മക്കൾ ഇവിടെ ഭിക്ഷാന്തകികളായ കർത്താവേ, ധർമ്മക്കാരെ കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മണം കേൾക്കാൻ വേണ്ടി കർത്താവേ മൂക്ക് വിടർത്തിയിരിക്കുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ കർത്താവേ ഒരു തുള്ളി വീഴാൻ വേണ്ടി കർത്താവേ, വ്രണങ്ങളുമായിരിക്കുന്ന കർത്താവേ, ക്യാൻസറുമായിരിക്കുന്ന കർത്താവേ, കൊറോണയുമായിരിക്കുന്ന കർത്താവേ, കളരോഗമായിരിക്കുന്ന കർത്താവേ, കിഡ്നി രോഗമായിരിക്കുന്ന കർത്താവേ, വിശപ്പ് രോഗമായിട്ടിരിക്കുന്ന കർത്താവേ, വിശുദ്ധ രക്തം തളിക്കണമേ. ഈശോ ദിവ്യകാരുണ്യമേ, വിശുദ്ധ രക്തം തളിക്കണമേ. ഈശോ ദിവ്യകാരുണ്യമേ, വിശുദ്ധ രക്തം തളിക്കണമേ. ഈശോ ദിവ്യകാരുണ്യമേ, വിശുദ്ധ രക്തം തളിക്കണമേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ പഞ്ചക്ഷതങ്ങളുടെ അടിസ്ഥാനത്തില്, യേശുവിന്റെ തിരുമുറിവിന്റെ ശക്തിയാല്, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് ഈ നിമിഷം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സമാപന ആശീർവാദത്തിനായി ശിരസ്സ് നമിക്കുക. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.